ചേർന്നിരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ കൃപ നമ്മളിലേക്ക് ഒഴുകാൻ പോകുന്നത്. ആമേൻ. ഇവിടെ കർത്താവിന്റെ ദാസൻ പറഞ്ഞല്ലോ, നമ്മൾ എത്രയും ഡ്രൈവിങ്ങിന് പരിചയമുണ്ടെങ്കിലും ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദേശത്ത് ഡ്രൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ എക്സ്പീരിയൻസുകൾ ഒന്നും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. പഴയകാല അനുഭവം കൊണ്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ അസാധാരണമായ ഒരു കൃപയാണ്. വഴികളിലൂടെ യാത്രകളിലൂടെ പറന്നു പോകുമ്പോൾ, എത്ര വാഹനങ്ങൾ ഇടിച്ചു കിടക്കുമ്പോൾ ഞാൻ അപ്പോഴൊക്കെ നെഞ്ചത്ത് കൈവയ്ക്കാറുണ്ട്, കർത്താവേ നിന്റെ കൃപയ്ക്കായി സ്തോത്രം. ആമേൻ. ഇങ്ങനെ കാണുമ്പോൾ, ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ ഞാൻ അറിയാതെ ആമേൻ ശരികൾ കൈയെടുത്ത് നെഞ്ചത്ത് വെച്ച്, കർത്താവേ നിന്റെ കരുണയല്ലപ്പാ. ഹല്ലേലൂയ. നമ്മുടെ വണ്ടിയുടെ ഫിറ്റ്നസ് കൊണ്ടല്ല, നമ്മുടെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിന്റെ അസാധാരണമായ ഒരു കൃപ. ഈ വിഷയത്തിന്റെ നടുവില് ദൈവം നമ്മളെ ഈ ദേശത്ത് പട്ടുപോകാതെ നിർത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാ. ഹല്ലേലൂയ. ഈ കൃപ ദൈവം ഇന്ന് നമുക്ക് ധാരാളമായി പകരുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. കൃപ നിറഞ്ഞ ഒരു ദൈവമാ, കരുണയുള്ള ദൈവമാ. യേശു കരുണയുള്ള ദൈവമാണ്, കൃപയുള്ള ദൈവമാണ്. ഈ യേശുവിന്റെ അടുക്കലേക്ക്, കർത്താവേ എനിക്ക് നിന്റെ കൃപ തന്നേ മതിയാകുള്ളൂ. എന്റെ ഈ വിഷയത്തിന്റെ നടുവില്, എന്റെ ഈ സാഹചര്യത്തിന്റെ നടുവില്, എന്റെ പ്രതിസന്ധിയുടെ നടുവില് നിന്റെ കൃപ എനിക്ക് വേണം. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നുണ്ടല്ലോ, കൊലോസ്യ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, നിങ്ങളുടെ വാക്കുകള് കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. നമ്മുടെ വാക്കുകളൊക്കെ നമ്മുടെ വീട്ടിൽ പറഞ്ഞാലും, ഭാര്യയോട് പറഞ്ഞാലും, ഭാര്യയോട് പറഞ്ഞാലും നമ്മുടെ വാക്ക് എന്തായിരിക്കണം? കൃപയോട്